വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദെ. കേറ്ററ്റ് യോഗ്യതയില്ലാതെ സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്, അല്ലേ? തങ്ങളുടെ സർവീസിനെ ബാധിക്കുമോ, ജോലിയെ ബാധിക്കുമോ എന്നുള്ള കുറേയധികം കാര്യങ്ങൾ ഈ കേറ്ററ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്തിടെയായിട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് കേറ്ററ്റ് എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായിട്ടുള്ള ഒരു യോഗ്യതയായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ 2027 വരെയാണ് അധ്യാപകർക്ക് സമയം കൊടുത്തിട്ടുള്ളത്. കേറ്ററ്റ് യോഗ്യത ഇല്ലാത്തവർ എന്ത് ചെയ്യണം? ഈ 2027 സെപ്റ്റംബറിനുള്ളിൽ ആ ഒരു യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഇപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് മാത്രമായിട്ട് അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? സ്പെഷ്യൽ കേറ്ററ്റ് എക്സാമുകൾ നടത്തുന്നുണ്ട്. 2023-ലും 2025-ലും അത്തരത്തിൽ എക്സാമുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നോണം തന്നെ സർവീസിലിരിക്കുന്ന അധ്യാപകർക്കും അതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ വഴി അനധ്യാപക ജോലിയിലിരിക്കുന്നവർക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇപ്പോൾ പുതിയ ഒരു സ്പെഷ്യൽ കേറ്ററ്റ് എക്സാമും കൂടെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, അധ്യാപകർ എന്ത് ചെയ്യുന്നുണ്ട്? കേറ്ററ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വളരെ ശരിയായ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചിറങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ചില ഭാഗങ്ങളുമായിട്ട് നമ്മൾ കേറ്ററ്റിൻ്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിലെ ചില ഭാഗങ്ങളുമായിട്ട് നമുക്ക് ചെറിയൊരു പരിചയക്കുറവ് കാണും, അല്ലെ? അപ്പോൾ അത്തരത്തിൽ പരിചയക്കുറവ് കാണുന്ന ഒരു ഏരിയയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ EVS ആണെങ്കിലും മാത്സ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ഒക്കെ ആണെങ്കിലും ലാംഗ്വേജ് ഒക്കെ ആണെങ്കിലും അവിടെ എന്തുണ്ട്? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വലിയ ഒരു പ്രശ്നം അവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. പക്ഷെ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ അറിയാൻ പറ്റും, നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങളാണ് സൈക്കോളജി. അതിനുശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല? സൈക്കോളജി നമുക്ക് അവിടെ പഠിക്കേണ്ടി വരുന്നില്ല, പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ സൈക്കോളജിയിൽ കുറേയധികം തിയറീസ് വരുന്നുണ്ട്, കുറേയധികം ആളുകൾ വരുന്നുണ്ട്, കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താണ്? ചെറിയ ഒരു ഓർമ്മക്കുറവിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ടാവും, അല്ലെ? നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ സൈക്കോളജി എന്ന് പറയുന്നത് കേറ്ററ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാർക്കിന് വരുന്ന ഒരു ഏരിയ കൂടിയാണ്, അല്ലെ? ഇപ്പോൾ കേറ്ററ്റ് കാറ്റഗറി 1-നാണെങ്കിലും 2-നാണെങ്കിലും 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. കേറ്ററ്റ് കാറ്റഗറി 3-നെ സംബന്ധിച്ചിടത്തോളം അവിടെ 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി സൈക്കോളജിയുടെ കൂട്ടത്തിൽ തന്നെയാണ് പെഡഗോജി എന്ന് പറയുന്ന ഒരു ഏരിയ, അല്ലെ? അവിടെയും നമുക്ക് എന്തുണ്ട്? ഒരു 15-20 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ വരാറുണ്ട്. അപ്പോൾ ഈ സൈക്കോളജി പെഡഗോജിയാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂസിങ് ഏരിയ ആയിട്ട് നിൽക്കുന്നത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ടച്ച് ഇല്ലാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് സൈക്കോളജിയും പെഡഗോജിയുമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം, അല്ലെ? അപ്പം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനി വെക്കേഷനാണ് വരാനായിട്ട് പോകുന്നത്. നമ്മൾ ശരിയായ രീതിയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഈ സ്പെഷ്യൽ കേറ്ററ്റ് വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു യോഗ്യത നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സൈക്കോളജിയും പെഡഗോജിയും പഠിക്കാനായിട്ടുള്ള ഒരു സൂത്ര വഴിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, സൈലം ടീച്ചിങ് എക്സാംസിൽ സൈക്കോളജിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു റെക്കോർഡഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാർച്ച് 7-ാം തീയതി മുതലാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ദിവസം അല്ലെങ്കിൽ അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് 7-ആണ്. അപ്പോൾ അതാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക? എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾ നിർബന്ധമായിട്ടും നേടിയെടുക്കേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ 7-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 999 ആണ് ഈ ഒരു ബാച്ചിൻ്റെ ഫീസ് വരുന്നത്. അതേപോലെ തന്നെ ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ട് വരുന്ന ടൈം, അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ടോപ്പിക്കും അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്കിൻ്റെ ബേസിലും നമുക്ക് പലതരത്തിലുള്ള PYQs ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഇവിടെ കൃത്യമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സസും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ സൈക്കോളജിയുടെ കംപ്ലീറ്റ് ടോപ്പിക്ക് ഈ ഒരു ബാച്ച് ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് കേറ്ററ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ സൈക്കോളജിയുടെ ഭാഗത്ത് നിന്നും പെഡഗോജിയുടെ ഭാഗത്ത് നിന്നും പഠിക്കേണ്ടത്, അതിലെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും. PYQ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ളൊരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സുകൾ കാണുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. 4
4 മാസമാണ് ഈ ഒരു ബാച്ചിന്റെ വാലിഡിറ്റി വരുന്നത്. അപ്പൊ നമുക്കറിയാം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 7-ാം തീയതി വരെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ്. 13-ാം തീയതി വരെ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള സമയം തന്നിട്ടുണ്ട്. പക്ഷെ പരീക്ഷാഭവൻ എന്ത് പറഞ്ഞിട്ടില്ല, എക്സാം ഇന്ന ദിവസമായിരിക്കും, എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ സാധാരണഗതിയിൽ സ്പെഷ്യൽ കാറ്ററ്റ് വിളിക്കുമ്പോൾ അതൊരു മെയ് മാസത്തിലൊക്കെ ആയിരിക്കും. അതായത് ഈ വെക്കേഷൻ സമയത്ത് തന്നെ എക്സാം കഴിയുന്ന രീതിയിലായിരിക്കും പരീക്ഷ ഭവൻ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പം നമുക്കും ആ ഒരു രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഈ ഒരു വെക്കേഷനോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആ ഒരു യോഗ്യത നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം 4 മാസത്തെ വാലിഡിറ്റി ആണ് ഈ ഒരു കോഴ്സിന് വരുന്നത്. 100 മണിക്കൂറിലേറെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കൂടെ കിട്ടും. അപ്പോൾ 100 മണിക്കൂറിന് മുകളിലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടേ, 100 മണിക്കൂറിന് മുകളിലേക്ക് കാര്യങ്ങൾ പഠിക്കേണ്ടേ. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം സൈക്കോളജി എന്ന് പറയുന്നതും പെഡഗോജി എന്ന് പറയുന്നതും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ കാറ്ററ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പ്രിപ്പറേഷൻസ് നടത്തുമ്പോൾ അതേപോലെ തന്നെ 30 മുതൽ 40 മാർക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് സൈക്കോളജി. അപ്പോൾ ആ ഒരു മാർക്ക് എൻഷുർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം എന്ത് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 100 മണിക്കൂറിന് മുകളിലുള്ള ഒരു റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടിരിക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ എന്താണ് PYQ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം ചോദിക്കുന്ന ചില ഏരിയ ഉണ്ട്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സസും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സൈക്കോളജി പ്ലസ് പെഡഗോജിനെ കുറിച്ച് നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ട, ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ കാര്യം ഇവിടെ സെറ്റാണ്. ഇങ്ങോട്ടേക്ക് പോകുന്നുള്ള സൈലം ടീച്ചിങ് എക്സാംസ് നിങ്ങൾക്ക് സൈക്കോളജി പെഡഗോജി വേണ്ടി മാത്രമായിട്ട് ഒരു റെക്കോർഡഡ് ക്ലാസ് തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ലൈവ് അല്ല, റെക്കോർഡഡ് ആണ്. അവിടെ നിങ്ങൾക്ക് ടോപ്പിക് സെലക്ട് ചെയ്തിട്ട്, ഇപ്പം നമുക്ക് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് ചില കോൺസെപ്റ്റുകളായിരിക്കും കിട്ടാതെ പോകുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾക്ക് ക്ലാസ് മതിയെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് കാണാനുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി എന്ത് ചെയ്യരുത്, മടി പിടിച്ചിരിക്കരുത്. കാരണം നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ജോലി എന്ന് പറയുന്ന ഒരു കാര്യം അത്രയും സുരക്ഷിതമാക്കി വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് കൂടി ഉള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കടമ്പ കൂടിയാണ് ഈ കേട്ടറ്റ് എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പഠിച്ച് ആ ഒരു യോഗ്യത നേടിയെടുക്കുക. ഈ വരുന്ന സ്പെഷ്യൽ കേട്ടറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ സർവീസിലിരിക്കുന്ന അധ്യാപകർക്കും അതേപോലെ തന്നെ അനധ്യാപകരായിട്ടുള്ള ആളുകൾക്കും നല്ലൊരു മാർക്കോട് കൂടിയിട്ട് ഈ വരുന്ന കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വരും വീഡിയോസിൽ നമുക്ക് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ അതല്ലെങ്കിൽ കേട്ടറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.